സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം പ്രത്യപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ജൂലൈ 5-ാം തീയതി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമായിരുന്നു എന്നുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. ഏറ്റവും മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരിൽ ഒരാൾ വൈക്കം മുഹമ്മദ് ബഷീർ ഒന്ന് മാധവിക്കുട്ടിയാണ്. പിന്നെ മലയാളത്തിൽ തന്നെ അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഈ എഴുത്തുകാരുടെ പേരിൽ മരങ്ങൾ ഉണ്ടാവുന്നത് തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും മാധവിക്കുട്ടിയുടെയും പേരിലാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ബേപ്പൂരിന്റെ സുൽത്താൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മാങ്കോസ്റ്റിൻ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കോസ്റ്റിന്റെ ചെടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന് ഓർമ്മ വരും. നീർമാതളത്തിന്റെ ചെടി കണ്ടു കഴിഞ്ഞാൽ മലയാളത്തിലെ നീർമാതളം മാധവിക്കുട്ടി ഓർമ്മ വരും. അപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരാണ്. ഒന്നാമത് എനിക്ക് വലിയ വായനാനുഭവം ഒന്നുമില്ല, ഞാൻ അധികം പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള പിന്നെ സംഭവങ്ങളുണ്ട്. അപ്പം പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ ജൂലൈ 5-ാം തീയതി വൈക്കം മുഹമ്മദ് ബഷീറിനെ ശരിക്കും ഞാൻ അനുസ്മരിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം 11-ാം തീയതി വൈകി ഞാനൊന്ന് പിന്നെ ചില അനുഭവങ്ങൾ പങ്കിടുകയാണ്. ഞാനിന്ന് വരെ വൈക്കം മുഹമ്മദ് ബഷീറിനെ മാധവിക്കുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് എഴുത്തുകാരായിട്ട് പിന്നെ കാണുകയും വേദികൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെ രണ്ടുപേരും നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ അരുന്ധതി റോയിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ഞാൻ ആ പുസ്തകം അതിന്റെ മലയാളം വേർഷനാണ് വായിച്ചത്, കൊച്ചുകാര്യങ്ങളുടെ ദൈവം എന്നുള്ളത്. ഇംഗ്ലീഷിൽ ഞാൻ ആകെ ജീവിതത്തിൽ പുസ്തകം വായിച്ചിട്ടുള്ളൂ. അത് ഞാൻ 2020 പിന്നെ പാലക്കാട് പട്ടാമ്പിക്കടുത്ത് കൊപ്പത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത സമയത്ത് അവിടെ എയ്ഡഡ് സ്കൂളുണ്ട്, CBSE സ്കൂളുണ്ട്, അൺഎയ്ഡഡ് സ്കൂളുണ്ട്, പിന്നെ TTC ഉണ്ട്, ഒക്കെ ഉണ്ട്. TTCക്ക് ഒരിക്കലൊരു കുട്ടി അനുശ്രീ എന്ന് പറയും, അവള് പിന്നെ എനിക്ക് കൊണ്ടുവന്നിട്ട് പുസ്തകം തരിക, ഇതൊന്നും ഞാൻ നാളെ പുസ്തകം കൊണ്ടുതരാമെന്നാണ് തലേന്ന്. അവൾ അധ്യാപകരായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, സുകുമാഷും അനിൽമാഷും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നല്ല അനുഭവമുള്ള സ്കൂളായിരുന്നു. കാരണം അവിടെ മുജീബ് മാഷ്, മുസ്തഫ മാഷ്, പിന്നെ ബിജു മാഷ്, ഉമർ മാഷ് പിന്നെ ഈ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളാണ്, സെൽമ ടീച്ചർ, അങ്ങനെ ഒരുപാട് പേരുമായിട്ടുള്ള നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അതിന്റെ പിന്നെ സെക്രട്ടറി ആയിരുന്നത് പിന്നെ സമതുക്കന്റെ മരുമകന്റെ സ്ഥാപനമാണത്, ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ. ഒരു 26 ഏക്കറിനകത്താണ് ഇത്രയും സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ കാട് കയറി പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ഈ കുട്ടി എനിക്ക് പുസ്തകം കൊണ്ട് തന്നിട്ട് ഞാൻ പിന്നെ അടുത്ത ദിവസം ഈ പുസ്തകം ഇരുന്ന് വായിച്ചു. ദ പ്രൊഫറ്റിക് കൾസസ് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ എനിക്ക് പിന്നെ പലപ്പോഴും പല വാക്കുകളും എനിക്ക് അറിയില്ല, ഇംഗ്ലീഷിലുള്ള വലിയ വിവരമൊന്നുമില്ല. അപ്പൊ എന്നാലും ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ പിന്നെ അപ്പൊ തന്നെ വാക്കിന്റെ അർത്ഥം കണ്ടെത്തി, പിന്നെ മലയാളം ട്രാൻസ്ലേഷൻ കണ്ടെത്തി. അങ്ങനെ ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തു. ആ പുസ്തകം ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. അനുശ്രീ ഇപ്പോൾ എന്നോട് പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് ആ പുസ്തകം വേണം, തിരിച്ചു വേണം എന്നുണ്ട്. ഞാൻ പറഞ്ഞു നിനക്ക് വേറെ പുസ്തകം തരാമെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് വേറെ പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടി. അതല്ല ഞാൻ പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യമായിട്ട് ഞാനൊരു പുസ്തകം വായിക്കുന്നത് 8-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഭൂമിയുടെ അവകാശികൾ എന്നുള്ള പുസ്തകം. അന്ന് സിലബസിലുണ്ടായിരുന്നതാണ്. 8-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ, മലയാളം പാഠപുസ്തകത്തിലുണ്ടായിരുന്നു ഭൂമിയുടെ അവകാശികൾ എന്നുള്ള പിന്നെ പാഠഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തോ ഒരു മനോഹരമായിട്ട് മനുഷ്യരോടല്ല, സഹജീവികളോട്, ഉറുമ്പാവട്ടെ പിന്നെ പാറ്റയാവട്ടെ പാമ്പാവട്ടെ എല്ലാത്തിനും സഖാവ് മൂർഖൻ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട് അദ്ദേഹത്തിന്റെ. ഈ ചെതലിന് മരുന്നടിക്കരുത്, ഉറുമ്പിന് മരുന്നടിക്കരുത് എന്നൊക്കെയുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു വലിയ പിന്നെ ഈ ലോകത്തുള്ള ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള ആള് വൈക്കം മുഹമ്മദ് ബഷീറാണെന്ന് എനിക്ക് തോന്നുന്നത്. മൂപ്പര് സ്പിരിച്വൽ ലെവല് വേറൊന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത പുസ്തകം പിന്നെ പഠിക്കാണ്ടായിരുന്നു 9-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 8-ാം ക്ലാസ്സിൽ ഭൂമിയുടെ അവകാശികളുണ്ട്, 9-ാം ക്ലാസ്സിൽ ജന്മദിനം എന്നുള്ള കഥ പഠിക്കാണ്ടായിരുന്നു, സിലബസിലുണ്ടായിരുന്നു. അപ്പൊ ജന്മദിനം വായിച്ചു. ജന്മദിനം വായിക്കുമ്പോൾ വായിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ പഠിക്കാനുള്ള പിന്നെ പാഠഭാഗമാണ്. ഈ സുഹൃത്തിന്റെ ഭക്ഷണം പിന്നെ മോഷ്ടിക്കുന്ന വിശപ്പുകൊണ്ട് സുഹൃത്തിന്റെ ഭക്ഷണം എടുത്ത് പിന്നെ കട്ടെടുത്ത് കടിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് നമ്മളെ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സ്വരാജ് ഒരിക്കൽ പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ജന്മദിനം എന്ന കഥയും അതേപോലെ കാരൂരിന്റെ പൊതിച്ചോറ്, ഞാൻ വായിച്ചിട്ടില്ല, എം.എൻ. കാരൂരിന്റെ പൊതിച്ചോറ് എന്നുള്ള കഥയും, അതേപോലെ ജീൻവാൾജിന്റെ 6-ാം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നു. ഈ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളുടെ ഒരു ഏട് നമുക്ക് പിന്നെ 6-ാം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നു. ജീൻവാൾജിൻ ഈ കുട്ടികൾക്ക് വിശന്നിരിക്കുമ്പം ബേക്കറി കടയിൽ നിന്ന് റൊട്ടി മോഷ്ടിക്കുന്ന ജീൻവാൾജിന്റെ കഥ
എന്നിട്ട് പിന്നെ ജയിലിൽ പോകേണ്ടി വരുന്നൊരു അവസ്ഥയൊക്കെ. അപ്പം സ്വരാജ് തന്നെ താരതമ്യപ്പെടുത്തിയിട്ട് എന്നോട് പറഞ്ഞു, സ്വരാജിന് പിന്നെ നല്ല രീതിയിൽ വായനയുള്ള ഒരാളാണ് സ്വരാജിന്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അവന് മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ സമകാലികരായിട്ടുള്ള വേറെയുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ഒരു വായനയുടെ അനുഭവത്തിലേക്ക് പോയിട്ടില്ല. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോൾ വായനയൊക്കെ നിർത്തി. ഈ കാരൂരിന്റെ പൊതിച്ചോറിനകത്തുള്ളത് ഈ അന്നത്തെ കാലത്ത് ഈ പിന്നെ അധ്യാപകർക്ക് വലിയ ശമ്പളമൊന്നുമില്ല. ഈ മാനേജർ പറയണത് കേട്ട് ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് പിന്നെ അധ്യാപകൻ വിശന്നിട്ട് കുട്ടിയുടെ ഭക്ഷണം എടുത്ത് പിന്നെ കഴിക്കുകയാണ്. ജിൻവാൾജിന്റെ കഥയും ഞാൻ പറഞ്ഞല്ലോ. ജിൻവാൾജിന്റെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾക്കകത്തുള്ള ജിൻവാൾജിന്റെ കഥയും പറഞ്ഞു. ഈ വിശപ്പിന്റെ ഒരു രാഷ്ട്രീയം, വിശപ്പിന്റെ ഒരു പിന്നെ വിശക്കുന്ന സമയത്ത് ഉണ്ടാവുന്നൊരവസ്ഥ, അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുമുണ്ട്. വിശപ്പൊക്കെ ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഖത്തറിൽ 2009 അവസാനം ഞാൻ നിലവിലുള്ള ജോലി ഞാൻ കൈവിട്ട് കളഞ്ഞിട്ട് ഞാൻ പിന്നീട് എന്റെ സുഹൃത്തുക്കളെ ആരെയും അറിയിച്ചില്ല. കാരണം അറിയിച്ചു കഴിഞ്ഞാൽ ചീത്ത അറിയും. കാരണം വെച്ചാൽ അത്രയും നല്ല കമ്പനികളിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് അധികം പൈസയില്ല. റൂമും വിട്ടു ഞാൻ. കാരണം എനിക്ക് വാടക കൊടുക്കാനില്ല, ഒന്നുമില്ല. ഞാൻ 10-15 ദിവസം റൂമൊന്നും ഇല്ലാതെ താമസിച്ച് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് പാർക്കിലൊക്കെ കിടക്കും. അന്ന് പിന്നെ ഭാഗ്യത്തിന് റമദാൻ മാസമായിരുന്നു. അപ്പം നോമ്പുകാലം ആയതുകൊണ്ട് വെളുപ്പിനെ 3 മണി വരെയൊന്നും ആരെയും ശല്യം ഉണ്ടാവില്ല. എവിടെയെങ്കിലും പാർക്കിൽ പിന്നെ പുൽത്തകടിയിൽ പോയിട്ട് കിടക്കും. 3 മണിയൊക്കെ ആകുമ്പോൾ പോലീസുകാർ വരും. പോലീസുകാർ വന്നിട്ട് എണീപ്പിച്ച് കഴിഞ്ഞാൽ ഞാനൊരു 5 റിയാൽ കൊടുത്തിട്ട് പിന്നെ ഒരു ഇന്റർനെറ്റ് കഫേയിൽ പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ആകുമ്പോൾ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഈ കർവ എന്ന് പറയുന്ന അവിടുത്തെ ബസ് സർവീസ് ഗവൺമെന്റ് സെക്ടറിലുള്ളതാണ്. ആ ബസ്സിൽ ഫുൾ ഡേ ടിക്കറ്റ് എടുക്കും. 7 റിയാൽ കൊടുത്താൽ ഫുൾ ഡേ ടിക്കറ്റായി. ഇപ്പം എത്രയാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ ഈ ബസ്സിൽ കയറി ബസ്സിലിരുന്നിട്ടാണ് പിന്നെ ഉറക്കം. ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാണ്. AC യിലാണല്ലോ, നല്ല സുഖമാണല്ലോ. കാരണം അല്ലാതെ എനിക്ക് റൂമില്ല. ഉച്ചയ്ക്ക് ഞാൻ അവിടെ പിന്നെ സോഫിറ്റലിനടുത്തുള്ള ഒരു സോഫിറ്റൽ എന്ന് പറയും, പിന്നെ സോഫിറ്റൽ ഹോട്ടൽ, അതിനടുത്തുള്ള ഒരു സ്ഥലം ഈ സൂക്ക് ഉണ്ടായിരുന്നു. ആ സൂക്ക് ഇപ്പോൾ പൊളിച്ചുപോയി. അവിടെ പോയിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ പോയിട്ട് ആ പള്ളിയിലും പോയിട്ട് കിടക്കും. അവിടെ നിന്ന് കുളിക്കുകയും ചെയ്യും തോർത്ത്. എന്നിട്ട് ഈ തോർത്തെടുത്തിട്ട് പിന്നെയും ഞാൻ പാർക്കിൽ പോകും. പാർക്കിൽ പോയിട്ട് ഈ തോർത്ത് ഉണക്കാനിടും. ഇങ്ങനെ പിന്നെ ജീവിച്ചൊരു അനുഭവം എനിക്കുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ അറിയിച്ചില്ലായിരുന്നു ആ സമയത്ത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വിഷമാവും, മമ്മിക്കും പിന്നെ അനിയത്തിമാർക്കും വിഷമാവും എന്നുള്ളതുകൊണ്ട് ഞാൻ അറിയിച്ചിട്ടില്ല. ഞാൻ എല്ലാ മാസവും ചെറിയ ചെറിയ എമൗണ്ട് ഇങ്ങനെ എവിടെ നിന്നും റോഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള സമയമുണ്ട്. ഞാൻ വീണ്ടും ബൈക്കുമത് വിഷയത്തിലേക്ക് വരാം. ഞാൻ പിന്നെ വിശപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഞാൻ ആ സമയത്ത് പിന്നെ വിശപ്പിനുള്ള പരിഹാരമായിട്ട് കണ്ടെത്തിയിരുന്നത് ഒരു പാക്കറ്റ് കുബൂസ് മേടിക്കും. പിന്നെ ഞാനൊരു പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ബോട്ടിൽ മേടിച്ചിരുന്നു. ഈ ടൊമാറ്റോ കെച്ചപ്പ് തേച്ചിട്ട് ഈ കുബൂസ് ഇരുന്ന് ചവച്ച് പിന്നെ 3 നേരം കഴിക്കും. വേറെ മാർഗ്ഗമില്ല എൻ്റെ മുമ്പിൽ. എൻ്റെ അടുത്ത് പൈസയില്ല, ഒന്നുമില്ല. അപ്പം ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയും, ബൈക്കം ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അദ്ദേഹത്തിന്റെ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള പുസ്തകം 8ാം ക്ലാസ്സിൽ പഠിച്ചു. ജന്മദിനം എന്നുള്ള പുസ്തകം 9ാം ക്ലാസ് പഠിച്ചു. ബാല്യകാല സഖി എന്ന പിന്നെ പാഠഭാഗം പ്രീഡിയിരിക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ. കാരണം ഞാൻ പിന്നെ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ മലയാളമായിരുന്നു, ഹിന്ദിയും സംസ്കൃതവും ഒന്നും ആയിരുന്നില്ല. അതും വായിച്ചിട്ടുണ്ട്. മജീദിന്റെ സൂര്യയുടെയും കഥ വായിച്ചിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പിന്നെ അറിയുന്നത് ഈ മതിലുകൾ എന്ന സിനിമയെ കുറിച്ചാണ്. മതിലുകൾ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. മതിലുകൾ സിനിമ ഞാൻ ഓൺലൈൻ പിന്നെ ഫോണിലാണ് കണ്ടിട്ടുള്ളത്. ഈ മതിലുകൾ സിനിമയ്ക്കകത്ത് തന്നെ KPSC ലളിതയുടെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങൾ, അടൂർ ഗോപാലകൃഷ്ണനാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അടൂർ ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ കഥ അതേപോലെ എടുത്തിട്ട് തന്നെ പിന്നെ തിരക്കഥയിൽ സംഭാഷണം എഴുതിയിട്ടാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ളൊരു സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മതിലിനപ്പുറം ഇപ്പുറം നിന്ന് കാണുന്നില്ല, പരസ്പരം കണ്ടിട്ടില്ല, പക്ഷെ ശബ്ദത്തിലൂടെ പ്രണയിക്കുകയാണ്. ആ ശബ്ദത്തിലൂടെ പ്രണയിച്ചതിന് ശേഷം കാണാൻ വേണ്ടിയിട്ടൊരു ദിവസം തീരുമാനിക്കുന്നു. ആ ദിവസം ആകുമ്പോഴത്തേക്ക് ഇയാള് പിന്നെ മമ്മൂട്ടിനെ റിലീസ് ചെയ്യാം ജയിലിൽ നിന്ന്. ജയിൽ സൂപ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ റിലീസ് ചെയ്യണം. അപ്പോൾ പിന്നെ മമ്മൂട്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഐ ഡോണ്ട് വാണ്ട് എനി ഫ്രീഡം എന്നാണ്. അങ്ങനെ എന്തോ ആണ്, വൈ ഷുഡ് ഐ വാണ്ട് ദ ഫ്രീഡം, അങ്ങനെ എന്തോ, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു മതിലിനപ്പുറത്ത് അടുത്ത ദിവസം കാണാൻ കാത്തിരിക്കുന്ന പ്രണയിനിയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ
രാജ്യസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത മമ്മൂട്ടിയുടെ കഥാപാത്രം, മമ്മൂട്ടിയുടെ എന്ന് പറഞ്ഞാൽ ബഷീറിന്റെ കഥാപാത്രം, ബഷീർ തന്നെയാണ്. കാരണം ബഷീറിന്റെ എല്ലാ കഥകളും ബഷീർ ജീവരക്തം കൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പം എനിക്ക് അവരെ കണ്ടാൽ മതി, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, സ്വന്തം സ്വാതന്ത്ര്യം പോലും വേണ്ട എന്ന് വെക്കുന്ന ഒരു വലിയ പ്രണയത്തിന്റെ വല്ലാത്തൊരു തലത്തിലേക്ക് പോകുന്ന ഒരു സാധനമുണ്ട്. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ ഭാർഗവി നിലയം വായിച്ചിട്ടുണ്ട്, മുച്ചീട്ടുകാരന്റെ മകൾ വായിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടുണ്ട്. പാത്തുമ്മയുടെ ആടിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ സഹജീവി സ്നേഹം അല്ലാതെയുണ്ട്. ഈ ആട് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ അവസാനത്തെ കോപ്പി എടുത്തിട്ട് കഴിക്കുമ്പം ആടിന് വിശന്നിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ആടിനെ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തള്ളി മാറ്റും, ആ പുസ്തകം എടുത്ത് മാറ്റി വെക്കും. ആടിന് വിശന്നിട്ടല്ലേ എന്നുള്ളതാണ്. അതുമല്ല, മൂപ്പരെ സിനിമകൾക്കകത്തൊക്കെയുള്ള അല്ലയോ മൂപ്പരെ ഈ കഥകൾക്കകത്തുള്ള പേരിട്ടതിനകത്തുള്ള ഒരു നൈസർഗികത, ഒരു ഗ്രാമീണത, ആ ഭംഗി, അത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം പാത്തുമ്മയുടെ ആടെന്ന് പറഞ്ഞാൽ മതി, പാത്തുമ്മാന്റെ ആടെന്ന് കാണുന്നത് നാടൻ ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ബഷീറിനെ വ്യത്യസ്തനാക്കുന്നത്. ബഷീറിനെ പോലെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, മാധവിക്കുട്ടിയെ എനിക്ക് ഇഷ്ടമായിരുന്നു. മാധവിക്കുട്ടിയുടെ ചില കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അരുന്ധതി റോയ് എനിക്ക് ഇഷ്ടമായിരുന്നു. അരുന്ധതി റോയിന്റെ ഞാൻ പറഞ്ഞില്ല, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ഞാൻ അതിന്റെ മലയാളം വേർഷനാണ് വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ബഷീർ പറഞ്ഞിട്ടുള്ള വേറെ സാധനം, ബഷീറിന്റെ സ്പിരിച്വാലിറ്റി, മതം രോമത്തിന്റെ കഥകളെന്ന് പറഞ്ഞിട്ടുണ്ട്. പെന്തിക്കോസുകാരനാണെങ്കിൽ മൊത്തം മീശയെല്ലാം പഠിക്കും. ബാക്കിയുള്ള ഞാനും മർത്തോമസഭയിലുള്ളത്, എന്റെ മമ്മി പെന്തിക്കോസിലായിരുന്നു. മർത്തോമസഭയിലെ കാണുന്നുണ്ടെങ്കിൽ ഉള്ള ബിഷപ്പുമാരെല്ലാം താടിയൊക്കെ വെച്ചിട്ട് തലയിൽ തൊപ്പിയും വെച്ച് ഈ മറ്റേ എന്താ പറയാ നൈറ്റിട്ട് നടക്കും. ഇവർക്കോട് നടക്കണ ഡ്രസ്സിന്റെ പേര് നൈറ്റി തന്നെ പറയാൻ പറ്റുള്ളൂ. പെണ്ണുങ്ങളിടുന്ന ഡ്രസ്സാ. മുസ്ലിംസിന്റെ ഇടയിലും അങ്ങനെ തന്നെ. ഇപ്പൊ ക്രിസ്ത്യാനിക്ക് എല്ലാം മാത്രമല്ല, മുസ്ലിംസിന്റെ ഇടയിലാണെങ്കിലും ചിലര് തബ്ലീഗുകാരാണെങ്കിൽ മീശ പഠിക്കും, താടി വെക്കും. ബാക്കിയുള്ളൊരു ഉസ്താദുമാര് താടി എല്ലാം വെക്കും. ഹിന്ദുക്കളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഈ നമ്പൂരിമാരാണെങ്കിൽ കുടുംബം വെക്കും. സിഖുകാരാണെന്നുണ്ടെങ്കിൽ തലപ്പാവും വെക്കും, താടിയും വെക്കും. മതം രോമത്തിന്റെ കഥയാണ് എന്ന് ബഷീർ പറഞ്ഞത് എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ പാമ്പ് വരുമ്പം ബഷീർ പറയുന്നുണ്ട് സഖാവ് മൂർഖൻ എന്നാ പറയുന്നത്. പാമ്പിനെ സഖാവ് മൂർഖൻ എന്നാണ് പാമ്പിനെ വിശേഷിപ്പിക്കുന്നത്. പാമ്പിനെ തല്ലിക്കൊല്ലാൻ പാടില്ല എന്നുള്ളത് നിലപാടെടുക്കുക. എല്ലാ സഹജീവികളോടും ഉറുമ്പിന് മരുന്നടിക്കരുത്, ചെതലിന് മരുന്നടിക്കരുത്, പാമ്പിനെ കൊല്ലരുത്, ആടിന് സ്വന്തം പുസ്തകത്തിന്റെ അവസാനത്തെ കോപ്പി തിന്നുമ്പം ആടിനെ ഉപദ്രവിക്കരുത് എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തി. വൈക്കം മുഹമ്മദ് ബഷീറിന് 6 ദിവസം വൈകിട്ട് എന്റെ സല്യൂട്ട്സ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ഡിസോർഡറിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളിലും എന്തൊക്കെയോ ഒരു വിഷമം. അപ്പം അനിയത്തി ഇപ്പൊ അവളും ഈ ഫ്ലാറ്റിൽ തന്നെ താഴത്തെ ഫ്ലോറിലുണ്ട്. അവളും 3ാമത്തെ ഫ്ലോറിൽ, ഞാൻ 18ാമത്തെ ഫ്ലോറിലാണ്. അവളിപ്പോ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എനിക്കൊന്നും തോന്നുന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. തോന്നുമ്പോൾ എണീക്കുക, തോന്നുമ്പോൾ കിടക്കുക, അങ്ങനെയുള്ളൊരു ഡിസോർഡറിലേക്ക് ഇങ്ങനെ വല്ലാതെ പോയിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ശരി എന്നാ, ഓക്കെ.